നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ഇലക്ട്രിക് ഓട്ടോയിൽ കയറിയ 3.5 വയസ്സുകാരി അബദ്ധത്തിൽ ആക്സിലേറ്റർ തിരിച്ചതോടെ ഓട്ടോറിക്ഷ കിണറ്റിൽ പതിച്ചു. അപകടത്തിൽപ്പെട്ട പെൺകുട്ടിയെ പരിസരവാസി സാഹസികമായി രക്ഷപ്പെടുത്തി. മരുത്തങ്കോട് അമ്പലം പള്ളിക്ക് സമീപം ഇന്ന് ഉച്ചതിരിഞ്ഞാണ് സംഭവം. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ വ്യാഴാഴ്ചയോടെ എത്തിയേക്കും. വരും ദിവസങ്ങളിൽ വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മഴ കനത്തതോടെ മേഖലയിലും നാശനഷ്ടങ്ങൾ. ചൊവ്വന്നൂരിലും ഗുരുവായൂരിലും മരം കടപുഴകി വീണു. എരുമപ്പെട്ടി കാഞ്ഞിരക്കോട് വീട്ടുകിണർ ഇടിഞ്ഞു താഴ്ന്നു. ചൂണ്ടലിൽ നിയന്ത്രണം വിട്ട KSRTC ബസ് ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറി അപകടം. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. തൃശൂർ കുന്നംകുളം പാതയിൽ ചൂണ്ടൽ സിഗ്നലിന് സമീപത്തുള്ള ഡിവൈഡറിലേക്കാണ് KSRTC ബസ് നിയന്ത്രണം വിട്ട് ഇടിച്ചു കയറിയത്. 3 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച എരുമപ്പെട്ടി പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിൽ മഴ പെയ്താൽ വെള്ളക്കെട്ട്. കളിവഞ്ചി ഇറക്കി പ്രതിഷേധിച്ച കോൺഗ്രസ് പ്രതിപക്ഷ മെമ്പർമാർ. പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധവും പ്രതിഷേധം രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്. CCTV വിദ്യാഭ്യാസ പുരസ്കാരം. അപേക്ഷാ സമർപ്പണത്തിന് ഇനി ഒരാഴ്ച കൂടി മാത്രം അവസരം. CCTVയുടെ 20ാമത് വിദ്യാഭ്യാസ പുരസ്കാരത്തിനായും സ്കോളർഷിപ്പിനായുമുള്ള അപേക്ഷകൾ ഇനിയും നൽകാം. SSLC, +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയ CCTV വരിക്കാരായ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. +2 പരീക്ഷയിൽ 80% മാർക്ക് നേടിയ നിർധന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പിനായും അപേക്ഷിക്കാം. വിശദമായ വാർത്തയിലേക്ക്. മരുത്തങ്കോട് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ഇലക്ട്രിക് ഓട്ടോയിൽ കയറിയ 3.5 വയസ്സുകാരി അബദ്ധത്തിൽ ആക്സിലേറ്റർ തിരിച്ചതോടെ ഓട്ടോറിക്ഷ കിണറ്റിൽ പതിച്ചു. അപകടത്തിൽപ്പെട്ട പെൺകുട്ടിയെ പരിസരവാസി സാഹസികമായി രക്ഷപ്പെടുത്തി. മരുത്തങ്കോട് അമ്പലം പള്ളിക്ക് സമീപം ഇന്നുച്ചതിരിഞ്ഞ് 3:00-ഓടെയാണ് സംഭവം. പെൺകുട്ടിയുടെ അമ്മയുടെ മാതാപിതാക്കളായ ചിറ്റിലപ്പിള്ളി, ഔസി, റോസി എന്നിവർക്കൊപ്പം അവധിക്ക് താമസിക്കാനെത്തിയതായിരുന്നു എൽസ എന്ന 3.5 വയസ്സുകാരി. ഓട്ടോറിക്ഷ തൊഴിലാളിയായ അമ്മയുടെ പിതാവ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വീട്ടിലെത്തിയതായിരുന്നു. ഈ സമയം കുട്ടി വാഹനത്തിനകത്തു കയറി കളിക്കുകയും അബദ്ധത്തിൽ ആക്സിലേറ്റർ തിരിച്ചതോടെ വാഹനം മുന്നോട്ടു നീങ്ങി വീട്ടുമുറ്റത്തെ കിണറ്റിൽ പതിക്കുകയുമായിരുന്നു. വലിയ ശബ്ദം കേട്ട് അടുത്തുള്ള പറമ്പിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്ന AKG നഗറിൽ താമസിക്കുന്ന മോഹനൻ കിണറ്റിലിറങ്ങി കുട്ടിയെ രക്ഷപ്പെടുത്തുകയായിരുന്നു. കുട്ടിയെ ഉടനെ തന്നെ ആശുപത്രിയിലെത്തിച്ചു. പരിക്കുകൾ സാരമുള്ളതല്ലെന്നാണ് വിവരം. സംഭവം അറിഞ്ഞ് കുന്നംകുളം ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തിയിരുന്നു. കടങ്ങോട് പഞ്ചായത്ത് 19ാം വാർഡ് മെമ്പർ അബ്ദുറഹീമും സംഭവസ്ഥലത്തെത്തി. മരത്തായിരുന്നപ്പം ഈ ചേട്ടൻ എന്നെ വിളിച്ചു, വേഗം ഇറങ്ങി ഒരാൾ ഒരു ഓട്ടോറിക്ഷ കെഞ്ചിപ്പോയി, അതിൻ്റെ അകത്ത് ആളുണ്ടെന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ വേഗം മരത്തിൽ നിന്ന് ഇറങ്ങി വന്നു. ആ കൊച്ചിനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു കൊച്ച് പുറത്തോട്ട് ഇറങ്ങി നിൽക്കുന്നു. അതിനെ എടുത്തു, കയറെല്ലാം ഇറങ്ങി എടുത്തു. അത്രയേ ഉള്ളൂ. പെട്ടെന്ന് കുട്ടി ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്തു. പെട്ടെന്ന് കിണറ്റിലേക്ക് പോകുന്നുണ്ടായത്. ചെറിയ 3.5 വയസ്സായ കുട്ടിയാണ്. ഈ ചേട്ടൻ ഇവിടെ ഉള്ള കാരണമാണ് ഇത്രയും പെട്ടെന്ന് നമുക്ക് എടുക്കാൻ വേണ്ടി കഴിഞ്ഞു. ഒരു കുട്ടിയുടെ ഉടുപ്പാണെങ്കിൽ അവൻ്റെ മുകളിൽ കൊളുത്തിയെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ കുട്ടി അടിയിലേക്ക് പോയിരുന്നു. വെള്ളക്കിണറിൽ വെള്ളമുണ്ട്. അപ്പോൾ എന്തായാലും മോഹനേട്ടൻ്റെ ഇടപെടലാണ് ഇത്രയും പെട്ടെന്ന് നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയത്. ഫയർഫോഴ്സും പോലീസും ഒക്കെ എല്ലാവരും പെട്ടെന്ന് വന്നു. അവിടുത്തെ ഒരു വീട്ടിലൊരു ഫംഗ്ഷനും ഉണ്ടായിരുന്നു. അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു സഹായിക്കാനും ഒക്കെ. നാട്ടുകാരെ കുട്ടിയുടെ ഫാമിലി ഇവിടെ ഇല്ല? അച്ഛനും അമ്മയും ബാംഗ്ലൂരാണ്. ഇവരെ അപ്പച്ചൻ്റെ അച്ഛമ്മയുടെ അടുത്തേക്ക് നോക്കാൻ വേണ്ടി വന്നേക്കാണ്, നിൽക്കാൻ വേണ്ടി വന്ന കുട്ടി. നിയന്ത്രണം വിട്ട KSRTC ബസ് ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറി അപകടം. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. തൃശൂർ കുന്നംകുളം പാതയിൽ ചൂണ്ടൽ സിഗ്നലിന് സമീപത്തുള്ള ഡിവൈഡറിലേക്കാണ് KSRTC ബസ് നിയന്ത്രണം വിട്ട് ഇടിച്ചു കയറിയത്. ബുധനാഴ്ച പുലർച്ചെ 5:00-ഓടെയാണ് അപകടമുണ്ടായത്. അപകട സമയത്ത് ബസ്സിൽ യാത്രക്കാർ ഉണ്ടായിരുന്നുവെങ്കിലും പരിക്കേൽക്കാതെ എല്ലാവരും രക്ഷപ്പെടുകയായിരുന്നു. തൃശൂർ ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന KSRTC ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം നഷ്ടപ്പെട്ട ബസ് റോഡിലെ ഡിവൈഡറിലേക്ക് പാഞ്ഞു കയറിയ ശേഷം സെന്ററിൽ സ്ഥാപിച്ചിരുന്ന ട്രാഫിക് സിഗ്നലും ഇടിച്ചു തെറിപ്പിച്ചാണ് നിന്നത്. ഇടിയുടെ ആഘാതത്തിൽ KSRTC ബസിന്റെ മുൻഭാഗം തകർന്നു. ബസ്സിൽ ഉണ്ടായിരുന്ന യാത്രക്കാർ പിന്നീട് KSRTC അധികൃതർ ഏർപ്പാട് ചെയ്ത മറ്റൊരു ബസ്സിലാണ് യാത്ര തുടർന്നത്. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തിയിരുന്നു.
കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അടുത്ത 5 ദിവസത്തെ മഴ സാധ്യതാ പ്രവചനത്തിൽ കാലാവസ്ഥാ വകുപ്പ് വിവിധ ജില്ലകളിൽ ഓറഞ്ച്, യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചു. ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുണ്ട്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. മറ്റ് 11 ജില്ലകളിലും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. തെക്ക് പടിഞ്ഞാറൻ കാലവർഷം വ്യാഴാഴ്ചയോടെ കേരളത്തിലെത്തുമെന്നും അതോടൊപ്പം തെക്കു പടിഞ്ഞാറൻ, തെക്ക് കിഴക്കൻ അറബിക്കടലിന്റെ കൂടുതൽ ഭാഗങ്ങൾ, ലക്ഷദ്വീപ്, തമിഴ്നാട് എന്നിവിടങ്ങളിലെ ചില പ്രദേശങ്ങൾ, ബംഗാൾ ഉൾക്കടലിന്റെ വിവിധ ഭാഗങ്ങൾ എന്നിവിടങ്ങളിലേക്കും കാലവർഷം വ്യാപിക്കാൻ സാധ്യതയെന്നും പ്രവചനമുണ്ട്. മഴ കനത്തതോടെ ദേശീയപാത മണത്തലയിൽ വീണ്ടും അപകടക്കുഴി രൂപപ്പെട്ടു. ബുധനാഴ്ച രാവിലെ ഒരു സ്ത്രീ ഉൾപ്പെടെ 3 പേർ കുഴിയിൽ വീണ് അപകടത്തിൽപ്പെട്ടു. ദേശീയപാത സർവീസ് റോഡ് മണത്തല പള്ളിക്ക് വടക്കുഭാഗത്താണ് ഇരുചക്ര യാത്രികരുടെ ജീവന് ഭീഷണിയാകുന്ന അപകടക്കുഴി രൂപപ്പെട്ടത്. കഴിഞ്ഞ ദിവസം ദേശീയപാത അധികൃതർ ഈ കുഴി മണ്ണിട്ട് നികത്തിയെങ്കിലും മഴ കനത്തതോടെ വീണ്ടും വലിയ ഗർത്തമായി മാറി. ഇവിടെ വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ കുഴി കാണാൻ കഴിയാത്ത സ്ഥിതിയാണ്. വലിയ കണ്ടെയ്നർ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡായതിനാൽ താൽക്കാലികമായി മണ്ണിട്ട് നികത്തിയാണ് വീണ്ടും കുഴി രൂപപ്പെടുന്ന സ്ഥിതിയാണ്. അതുകൊണ്ട് തന്നെ ശാശ്വത പരിഹാരം ഉണ്ടാകണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. റോഡിലെ കുഴിയിൽ നാട്ടുകാർ ഒടിച്ചുവെച്ച പച്ചിലക്കൊമ്പ് വഴികാട്ടിയാക്കി ഡ്രൈവർമാർ. അണ്ടത്തോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്കും ഗവൺമെന്റ് LP സ്കൂളിലേക്കും ബീച്ചിലേക്കും പോകുന്ന പ്രധാന റോഡിന് നടുവിലാണ് സ്ലാബ് പൊട്ടി വാഹനങ്ങൾക്ക് അപകട ഭീഷണിയാകുന്നത്. പഴയ NH റോഡിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാനായി നിർമ്മിച്ച ബീച്ച് റോഡിനു കുറുകെയുള്ള കാനയുടെ സ്ലാബാണ് പൊട്ടി വീണിട്ടുള്ളത്. ഇതുമൂലം യാത്രക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത്. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് JCB ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്യുന്നതിനിടെയാണ് സ്ലാബ് തകർന്നത്. നാട്ടുകാർ ഇവരുമായി സംസാരിച്ചപ്പോൾ പ്രശ്നപരിഹാരം കാണാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ദിവസങ്ങൾ കടന്നുപോയിട്ടും യാതൊരു നടപടിയും എടുത്തിട്ടില്ല. ദിനംപ്രതി നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പ്രധാനപ്പെട്ട റോഡാണിത്. മാത്രവുമല്ല, കടൽഭിത്തി കെട്ടാനുള്ള കല്ലുകളുമായി ഭാരവാഹനങ്ങളും പോകുന്ന വഴിയാണ്. സ്ലാബ് പൊട്ടിയുണ്ടായ കുഴി അറിയുന്നതിനു വേണ്ടി നാട്ടുകാരാണ് ഇവിടെ മരക്കൊമ്പുകൾ വെച്ചിട്ടുള്ളത്. സ്കൂൾ ബസ്സുകളും ലോറികളും വളരെ കഷ്ടപ്പെട്ടാണ് ഇതിലൂടെ കടന്നുപോകുന്നത്. പലതവണ നാട്ടുകാർ പരാതിയുമായി അധികൃതരെ സമീപിച്ചെങ്കിലും യാതൊരു നടപടിയും എടുത്തിട്ടില്ലെന്നും ആക്ഷേപമുണ്ട്. അധികൃതർ ഇടപെട്ട് റോഡിലൂടെ സുഗമമായ സഞ്ചാരത്തിനുള്ള വഴിയൊരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കുന്നംകുളം പട്ടാമ്പി റോഡിൽ വൺവേക്ക് സമീപം സ്വകാര്യ ബസും കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് അപകടം. ബുധനാഴ്ച രാവിലെ 7ഓടെയാണ് അപകടമുണ്ടായത്. അപകടത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് നിസ്സാര പരിക്കേറ്റു. കുന്നംകുളം ഭാഗത്തു നിന്നും പെരുമ്പിലാവ് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറിൽ എതിർ ദിശയിൽ നിന്നും മറ്റൊരു വാഹനത്തെ മറികടന്നെത്തിയ സ്വകാര്യ ബസ് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം വിട്ട കാർ സമീപത്തെ വൺവേ റോഡിൽ നിന്നും പ്രധാന റോഡിലേക്ക് കയറാൻ തുടങ്ങിയ ഇലക്ട്രിക് ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ ഓട്ടോറിക്ഷ ഡ്രൈവറെ ഉടൻ തന്നെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടിയുടെ ആഘാതത്തിൽ സ്വകാര്യ ബസിന്റെ മുൻഭാഗവും കാറിന്റെ ഇരുവശങ്ങളും ഓട്ടോറിക്ഷയുടെ മുൻഭാഗവും ഭാഗികമായി തകർന്നിട്ടുണ്ട്. കുന്നംകുളം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. 3 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച എരുമപ്പെട്ടി പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിൽ മഴ പെയ്താൽ വെള്ളക്കെട്ട്. കളിവഞ്ചി ഇറക്കി പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രതിപക്ഷ മെമ്പർമാർ. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്ത് 95 ലക്ഷം രൂപ MLA ഫണ്ടും 1,80 ലക്ഷം രൂപ പഞ്ചായത്തിന്റെ തനത് ഫണ്ടും ഉപയോഗിച്ചാണ് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുൻപ് തിടുക്കപ്പെട്ടാണ് മന്ത്രി ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടത്തിയത്. എന്നാൽ മഴ പെയ്തു തുടങ്ങിയപ്പോൾ പഞ്ചായത്ത് ഓഫീസിനകത്ത് നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരിക്കുകയാണ്. ചോർന്നൊലിച്ച് വെള്ളം കെട്ടി നിൽക്കുകയാണെന്നും പ്രധാനപ്പെട്ട ഫയലുകളും ഫർണിച്ചറുകളും ഉപകരണങ്ങളും നശിച്ചു പോകുകയാണെന്നും കോൺഗ്രസ് മെമ്പർമാർ ആരോപിച്ചു. ഇതുമൂലം ഷോർട്ട് സർക്യൂട്ട് സംഭവിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ടെന്നും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് S. ബസന്ത്ലാലും കുന്നംകുളം MLA AC മൊയ്തീനും ചേർന്ന് നടത്തിയ അഴിമതി തുറന്നു കാട്ടുന്നതാണ് ഇതെന്നും മെമ്പർമാർ പറഞ്ഞു. ഇപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾ പഞ്ചായത്ത് മെമ്പർമാർ ഈ പഞ്ചായത്തിനകത്തേക്ക് കടന്നു വന്നപ്പോൾ കാണാൻ സാധിച്ചത് പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും വെള്ളം അടിച്ചു വാരുന്ന ഒരു സംവിധാനമാണ് കാണുന്നത്. ഇത് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ബസന്ത്ലാലിൻ്റെ നേതൃത്വത്തിൽ അതുപോലെ ഇന്നത്തെ ഇവിടുത്തെ MLA AC മൊയ്തീൻ്റെ ഒത്താശയോട് കൂടെ നടന്നിട്ടുള്ള വലിയൊരു അഴിമതിയുടെ ഒരു ഭാഗം മാത്രമാണ് ഈ കെട്ടിടം. പഞ്ചായത്ത് ഓഫീസിൽ പ്രവർത്തിക്കേണ്ട അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസ്, തൊഴിലുറപ്പ് ഓഫീസ്, VEOമാരുടെ ഓഫീസ് എന്നിവ ഇപ്പോഴും പഴയ കെട്ടിടത്തിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതേസമയം പഞ്ചായത്ത് പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ തുടങ്ങിയവർക്ക് AC അടക്കമുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്.
എന്നാൽ കറന്റ് പോയാൽ പഞ്ചായത്ത് ഓഫീസിനുള്ളിൽ പ്രവർത്തിക്കാനുള്ള യാതൊരു സംവിധാനവുമില്ല. മഴ പെയ്താൽ ചോർച്ചയും വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥയുമാണ്. വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നതിനുള്ള സംവിധാനമില്ലെന്നും കോൺഗ്രസ് മെമ്പർമാർ കുറ്റപ്പെടുത്തി. അശാസ്ത്രീയ രീതിയിലുള്ള നിർമ്മാണമാണ് മുൻ LDF പഞ്ചായത്ത് ഭരണസമിതി നടത്തിയതെന്ന് ആരോപിച്ച് കോൺഗ്രസ് മെമ്പർമാർ ഓഫീസിൽ കെട്ടിനിൽക്കുന്ന വെള്ളത്തിൽ കളിവഞ്ചി ഇറക്കി പ്രതിഷേധിച്ചു. തുടർന്ന് പഞ്ചായത്ത് സെക്രട്ടറിയും കോൺഗ്രസ് മെമ്പർമാരും ഇപ്പോഴത്തെ പഞ്ചായത്ത് പ്രസിഡന്റും കരാറുകാരനും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയിൽ വെള്ളക്കെട്ടിന് അതിവേഗം പരിഹാരം കാണാനുള്ള നടപടിയുണ്ടാകുമെന്ന ഉറപ്പിൽ സമരം അവസാനിപ്പിച്ചു. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ NK കബീർ, മെമ്പർമാരായ മീന ശലമോൻ, MV വിജീഷ്, MR സജിത, ആനി, ഷാജി വർഗീസ് എന്നിവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. ഇന്ന് ഞങ്ങളിവിടെ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഓഫീസിനകത്ത് ഞങ്ങൾ ഇരുന്നു, സംസാരിച്ചു. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും പ്രസിഡന്റും അതുപോലെ തന്നെ പഞ്ചായത്ത് സെക്രട്ടറിയും ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുള്ളത് പഞ്ചായത്ത് ഓഫീസിനകത്തേക്ക് വരുന്ന വെള്ളം വരുന്നതിന് പരിഹാരമായിക്കൊണ്ട് ഇന്ന് തന്നെ അടിയന്തരമായ അതിനൊരു പരിഹാരം കാണാമെന്ന് ഉറപ്പ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ സമരം ഇന്നിവിടെ അവസാനിപ്പിച്ചിട്ടുള്ളത്. തുടർന്നുള്ള ദിവസങ്ങളിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, വെള്ളം പഞ്ചായത്തിനകത്തോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ശക്തമായ സമര പരിപാടികളുമായിക്കൊണ്ട് കോൺഗ്രസിൻ്റെ മെമ്പർമാർ രംഗത്തുണ്ടാകുമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. എരുമപ്പെട്ടി പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിൽ മഴ പെയ്താൽ വെള്ളക്കെട്ടാണെന്ന് ആരോപിച്ച് കോൺഗ്രസ് പ്രതിപക്ഷ മെമ്പർമാർ നടത്തിയ കളിവഞ്ചി ഇറക്കി പ്രതിഷേധം. ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധവും പ്രതിഷേധം രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് പറഞ്ഞു. കഴിഞ്ഞ ഭരണസമിതി കാലത്ത് ആരംഭിച്ച പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന്റെ 4 ഘട്ടങ്ങളിലായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനായി മുകളിലുണ്ടായിരുന്ന ഷീറ്റ് അഴിച്ചെടുത്തിരുന്നു. തുടർന്നാണ് ഓഫീസ് കെട്ടിടത്തിലേക്ക് വെള്ളം ഒഴുകിയെത്തിയത്. ഇത് തടയുന്നതിനുള്ള തുടർ നടപടികൾക്കായി AEയോട് സംസാരിക്കുകയും കരാറുകാരൻ പണികൾ നടത്തുന്നുണ്ടെന്നും അറിയിച്ചു. ഇനി മുതൽ മഴ പെയ്താൽ ഓഫീസിനുള്ളിലേക്ക് വെള്ളം വരാതിരിക്കാനായി ഷീറ്റ് ഇട്ടിട്ടുണ്ടെന്നും കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ എല്ലാ ജനപ്രതിനിധികളും ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് പറഞ്ഞു. അത് തികച്ചും അടിസ്ഥാനരഹിതം തന്നെയാണ്. കാരണം അവർക്കും അറിയാം നമ്മുടെ പഞ്ചായത്ത് ഓഫീസിന്റെ കെട്ടിടം പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ അത് പരിഹരിച്ച് മുന്നോട്ട് പോകാനാണ് ഭരണസമിതി ആലോചിക്കുന്നത്. അവരോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെ നമ്മുടെ പഞ്ചായത്തിന്റെ കെട്ടിടം പണി പൂർത്തീകരിക്കണം എന്നൊരു കാര്യം കൂടി അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനനുസരിച്ച് തന്നെ കോൺട്രാക്ടർ നമ്മൾ വിളിച്ചു വരുത്തിയിട്ടുണ്ട്, AEയോട് സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ പഞ്ചായത്തിന്റെ ഈ ഒരു അവസ്ഥ മാറ്റി നല്ലൊരു സൗകര്യത്തിലേക്ക് ഉയർത്തുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകും. എത്രയും പെട്ടെന്ന് തന്നെ അതിന്റെ പണി പൂർത്തീകരിച്ച് നമ്മുടെ ഓഫീസ് സജ്ജമാക്കുന്നതാണെന്നും കൂടി അറിയിക്കുകയാണ്. ശക്തമായ മഴയിൽ എരുമപ്പെട്ടി തോട്ടുപാലത്ത് വീട്ടുകിണർ ഇടിഞ്ഞു താഴ്ന്നു. മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ഇരുചക്രവാഹനങ്ങളും ഗ്യാസ് സിലിണ്ടറും മോട്ടോറുകളും കിണറ്റിലേക്ക് ഇടിഞ്ഞു താഴ്ന്നു. ഇന്ന് രാവിലെ 6 മണിയോടെയായിരുന്നു സംഭവം. കാഞ്ഞിരക്കോട് തോട്ടുപാലം സിത്താര വീട്ടിൽ സേതുവിന്റെ വീട്ടുമുറ്റത്തെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. കിണറിനടുത്ത് വീടിന്റെ തറയോട് ചേർന്നുള്ള ഭിത്തിയും ഇടിഞ്ഞിട്ടുണ്ട്. സമീപവാസിയായ വടക്കൻ വീട്ടിൽ ഷീനയുടെ വീട്ടുമതിലും വീണു. 2 വീട്ടുകാരും ഉപയോഗിക്കുന്ന കിണറാണ് ഇടിഞ്ഞത്. പിടിച്ചെടുത്ത ലഹരി വസ്തുക്കൾ കത്തിച്ച് നശിപ്പിച്ച് തൃശൂർ സിറ്റി പോലീസ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പൊതുജന അവബോധത്തിന് വേണ്ടിയാണ് ഇവ കത്തിച്ച് നശിപ്പിച്ചത്. 57 കിലോയിലധികം കഞ്ചാവ്, മെത്താഫിറ്റമിൻ 134 ഗ്രാം, 390 ഗ്രാം ഹാഷിഷ് ഓയിൽ കൂടാതെ കഞ്ചാവ് ബീഡിയും മറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമാണ് കത്തിച്ച് നശിപ്പിച്ചത്. ചിറ്റിശ്ശേരിയിലെ ചൂളയിൽ വെച്ചാണ് ഇവ കത്തിച്ചത്. കോടതിയുടെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയാണ് ലഹരി വസ്തുക്കൾ നശിപ്പിച്ചത്. കഴിഞ്ഞ മാസങ്ങളിൽ ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും പിടികൂടിയവയാണ് ഇവയെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖ് പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ലഹരിക്കെതിരായ ബോധവൽക്കരണം പൊതുജനങ്ങളിലേക്ക് കൂടി എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ പോലീസ് പൊതുജനത്തിൽ എത്തിക്കുന്നത്. ദേശീയപാത മുറിച്ചു കടന്നുള്ള വിദ്യാർത്ഥികളുടെ യാത്ര എടക്കഴിയൂരിൽ വൻ അപകട ഭീഷണി ഉയർത്തുന്നു. എടക്കഴിയൂർ സീതി സാഹിബ് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ദിവസേന ജീവൻ പണയം വെച്ച് സ്കൂളിലേക്ക് വരാനും തിരിച്ചു പോകാനുമായി ദേശീയപാത മുറിച്ചു കടക്കുന്നത്. ഇതിനോടകം തന്നെ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ 2 പേരുടെ ജീവൻ പൊലിയുകയും നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്ത അപകടപാതയാണിത്. സ്കൂളിന്റെ വടക്കുഭാഗത്തു നിന്നും വരുന്ന വിദ്യാർത്ഥികളാണ് ബസ് കയറുന്നതിനായി ഈ രീതിയിൽ ദേശീയപാതയിലേക്ക് പ്രവേശിക്കുന്നത്.
നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാതയിലൂടെ അമിത വേഗതയിലാണ് വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു പോകുന്നത്. ഇത് കാൽനടയാത്രക്കാരായ കുട്ടികളുടെ സുരക്ഷയ്ക്ക് വൻ ഭീഷണിയാണ് ഉയർത്തുന്നത്. അകലാട് ഉൾപ്പെടെയുള്ള സമീപഭാഗങ്ങളിൽ സർവീസ് റോഡുകളുടെ പണി പൂർത്തീകരിക്കാത്തതാണ് നിലവിലെ പ്രധാന പ്രതിസന്ധി. ഇതുമൂലം സർവീസ് ബസ്സുകൾക്ക് സർവീസ് റോഡിലൂടെ പോകാനാകാതെ പ്രധാന ദേശീയപാതയിലൂടെയാണ് കടന്നുപോകുന്നത്. ബസ് കാത്തുനിൽക്കാനും ബസ്സിറങ്ങി സ്കൂളിലേക്ക് പോകാനും വിദ്യാർത്ഥികൾക്ക് ഈ തിരക്കേറിയ ഹൈവേയിലൂടെ തന്നെ സഞ്ചരിക്കേണ്ടി വരുന്നു. വിദ്യാർത്ഥികളുടെ അപകട സാധ്യത കണക്കിലെടുത്ത് ദേശീയപാത അതോറിറ്റി അധികൃതർ ഫുട് ഓവർ ബ്രിഡ്ജ് സ്ഥാപിക്കുമെന്ന് ഉറപ്പു നൽകിയിരുന്നുവെങ്കിലും നാളിതുവരെയായിട്ടും ഇതിന്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾ പോലും ആരംഭിച്ചിട്ടില്ല. അധികൃതരുടെ ഈ നിസ്സംഗതയ്ക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. ഇനിയും അധികൃതർ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട് ശാശ്വതമായ പ്രതിവിധി കണ്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ വലിയ അപകടങ്ങൾക്കാണ് മേഖല സാക്ഷ്യം വഹിക്കേണ്ടി വരിക. വിദ്യാർത്ഥികളുടെ ജീവന് കാവലാകാൻ ഫുട് ഓവർ ബ്രിഡ്ജ് നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്നാണ് നാട്ടുകാരുടെയും രക്ഷിതാക്കളുടെയും പ്രധാന ആവശ്യം. CCTV വിദ്യാഭ്യാസ പുരസ്കാരം അപേക്ഷാ സമർപ്പണത്തിന് ഇനി ഒരാഴ്ച കൂടി മാത്രം അവസരം. CCTVയുടെ 20ാമത് വിദ്യാഭ്യാസ പുരസ്കാരത്തിനായും സ്കോളർഷിപ്പിനായുമുള്ള അപേക്ഷകൾ ഇപ്പോഴും സമർപ്പിക്കാം. SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയ CCTV വരിക്കാരുടെ മക്കൾക്ക് വിദ്യാഭ്യാസ പുരസ്കാരത്തിനായും +2 പരീക്ഷയിൽ 80% മാർക്ക് നേടിയ നിർധന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പിനായും അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷാ ഫോമിനുമായി പ്രാദേശിക കേബിൾ TV ഓപ്പറേറ്ററെ സമീപിക്കുക. ജൂൺ 10 അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി. ജൂൺ മാസം 20 ശനിയാഴ്ച കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ പുരസ്കാര ജേതാക്കൾക്ക് ക്യാഷ് അവാർഡും ഫലകവും സമ്മാനിക്കും. തെരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനായി ഒറ്റത്തവണയായി സ്കോളർഷിപ്പ് നൽകും. പാലത്തിന്റെ കൈവരിയിൽ തൂങ്ങിയ നിലയിൽ പെലക്കാട്ടുപയ്യൂർ സ്വദേശിയുടെ മൃതദേഹം കണ്ടെത്തിയത് ആലുവ പുഴയിൽ നിന്ന്. പെലക്കാട്ടുപയ്യൂർ മേക്കാട്ടിൽ അപ്പുകുട്ടൻ മകൻ ബിജുവിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 45 വയസ്സായിരുന്നു. ആലുവ പുഴയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. പാലത്തിലെ കൈവരിയിൽ തുണിയിൽ തൂങ്ങിയ ശേഷം പിന്നീട് തുണി പൊട്ടി നിലത്ത് പുഴയിലേക്ക് വീഴുകയായിരുന്നുവെന്ന് കരുതുന്നു. ഞായറാഴ്ച രാത്രിയിലാണ് സംഭവം. കളമശ്ശേരി അപ്പോളോ ടയേഴ്സിലെ ജീവനക്കാരനായ ബിജുവിനെ ഫോണിൽ വിളിച്ച് കിട്ടാത്തതിനെ തുടർന്ന് വീട്ടുകാർ നടത്തിയ അന്വേഷണത്തിലാണ് പാലത്തിന് സമീപത്തു നിന്ന് ബൈക്കും ചെരുപ്പും മറ്റും കണ്ടെത്തിയത്. പോലീസിൽ അറിയിച്ചതിനെ തുടർന്ന് ചൊവ്വാഴ്ച രാവിലെയോടെ ആലുവ പുഴയിൽ നിന്നും മൃതദേഹവും കണ്ടെത്തി. ആലുവ പോലീസ് ഇൻക്വസ്റ്റ് നടത്തിയ ശേഷം ബുധനാഴ്ച രാവിലെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. സംസ്കാരം വൈകിട്ട് ചെറുതുരുത്തി ശാന്തി തീരത്ത് നടത്തി. ശാന്തയാണ് മാതാവ്. സരിത, ആശ എന്നിവർ സഹോദരങ്ങളാണ്. പാവർട്ടി ആശ്രമമുറ്റത്ത് ചാവറയച്ചൻ സ്വന്തം കൈകളാൽ നട്ടുവിളയിച്ച പ്രശസ്തമായ പ്രിയോർ മാവിന്റെ പൈതൃകം തലമുറകളിലേക്ക് പകർന്നു നൽകുവാൻ ലിറ്റിൽ ഫ്ലവർ LP സ്കൂളിൽ മാവ് നടിയിൽ നടന്നു. സ്കൂൾ മാനേജർ ഫാദർ സെബി പാലമറ്റത്ത് സ്കൂൾ അങ്കണത്തിൽ പ്രിയോർ മാവിൻ തൈ നട്ടുകൊണ്ട് ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ലിറ്റിൽ ഫ്ലവർ LP സ്കൂളിന്റെയും പരിസ്ഥിതി സംഘടനയായ എപ്പാർട്ടിന്റെയും നേതൃത്വത്തിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. വിദ്യാർത്ഥികൾക്കായി മാവുൻ തൈകളുടെ വിതരണവും നടന്നു. പ്രധാന അധ്യാപിക PP പ്രിൻസി അധ്യക്ഷത വഹിച്ചു. മാനേജർ പ്രതിനിധി ഫാദർ പ്രവീൺ പോൾ, വാർഡ് കൗൺസിലർ ധന്യ സിബിൽ, റാഫി നീലങ്കാവിൽ, PTA പ്രസിഡന്റ് സിജി ലിജോ, അധ്യാപകരായ T പ്രിൻസിപ്പോൾ, സിമി ജോസ് പോൾ, ഫ്രാൻസി ജോൺ, റോസ്മേരി, MK സീന എന്നിവർ നേതൃത്വം നൽകി. പഴഞ്ഞി പട്ടിത്തടം റോഡിന്റെ ശോചനീയാവസ്ഥ. അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ പൊതുമരാമത്ത് വകുപ്പിൽ നിവേദനം നൽകി. കാലങ്ങളായി തകർന്നു കിടക്കുന്ന റോഡിന്റെ പണി മന്ദഗതിയിൽ നടക്കുന്നതിനെതിരെ കാട്ടകമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കറിന്റെ നേതൃത്വത്തിലെത്തിയ ജനപ്രതിനിധികൾ പൊതുമരാമത്ത് വകുപ്പിന്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രാകേഷ് C ചന്ദ്രശേഖറിന് പരാതി കൈമാറി. സ്കൂൾ തുറന്നതോടെ റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം വിദ്യാർത്ഥികൾക്കും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥിതിയാണ്. റോഡിന്റെ ഇരുവശത്തും താമസിക്കുന്നവരും വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. റോഡിന്റെ സ്ഥിതിയും നാട്ടുകാരും യാത്രക്കാരും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളുമെല്ലാം അക്കമിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ജയശങ്കർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോട് വ്യക്തമാക്കി. ഉടൻ തന്നെ എഞ്ചിനീയർ കരാറുകാരനെ വിളിച്ച് റോഡ് ഗതാഗതയോഗ്യമാക്കുന്നതിനുള്ള നടപടികൾ പൂർത്തീകരിക്കാൻ നിർദ്ദേശം നൽകി. നിലവിൽ കാനകൾ പണിത സ്ഥലത്ത് വീട്ടിലേക്കു കയറാനുള്ള സ്ലാബുകളിടുന്ന പണികൾ ഉടൻ പൂർത്തീകരിക്കും. തുടർന്ന് കാനകളുടെ പണികളും ഉടൻ തുടങ്ങും. റോഡിന്റെ വീതി കൂട്ടുന്ന പ്രവൃത്തികൾ കഴിഞ്ഞാൽ ബാക്കി പ്രവൃത്തികൾ ആരംഭിക്കാൻ നടപടികളെടുക്കാമെന്നും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സംഘത്തിന് ഉറപ്പു നൽകി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ഐപ്പ്
വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP രാജൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM റസാഖ്, പഞ്ചായത്ത് വാർഡ് മെമ്പർ ജിൻസി സജു എന്നിവരും പഞ്ചായത്ത് പ്രസിഡന്റിനൊപ്പം ഉണ്ടായിരുന്നു. മഴയെ തുടർന്നുണ്ടായ അതിശക്തമായ കാറ്റിൽ കൂറ്റൻ മരം കടപുഴകി വീടിന് മുകളിലേക്ക് വീണു. ചൊവ്വന്നൂർ കരിപ്പറമ്പിൽ സുധാസന്റെ വീടിന് മുകളിലേക്കാണ് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്ന് പഴക്കം ചെന്ന വാഗമരം കടപുഴകി വീണത്. ഇന്ന് രാവിലെ 8ഓടെയായിരുന്നു അപകടം. രാവിലെ മുതൽ പ്രദേശത്ത് പെയ്ത മഴയ്ക്കൊപ്പമുണ്ടായ ശക്തമായ കാറ്റിലാണ് വലിയ മരം പെട്ടെന്ന് വീടിന് മുകളിലേക്ക് പതിച്ചത്. അപകടത്തിൽ സുധാസന്റെ വീടിനോട് ചേർന്നുള്ള ഷെഡിന്റെ ആസ്ബറ്റോസ് ഷീറ്റുകളും അടുക്കള ഭാഗത്തെ ഷീറ്റുകളും മേൽക്കൂരയിലെ ഇരുമ്പ് ഷീറ്റുകളും തകർന്നു. അപകട സമയത്ത് വീട്ടുകാർ അകത്തുണ്ടായിരുന്നില്ലെങ്കിലും ആർക്കും പരിക്കില്ല. സംഭവത്തെ തുടർന്ന് ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി നാശനഷ്ടങ്ങൾ വിലയിരുത്തുകയും മരം മുറിച്ചുമാറ്റാനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. മഴക്കാല മുന്നൊരുക്കമായി കാട്ടകാമ്പാൽ പഞ്ചായത്ത് കാടും പുല്ലും പിടിച്ചു കിടക്കുന്ന വഴിയോരങ്ങൾ വൃത്തിയാക്കാനും കാനകളിലെ മണ്ണുകൾ കോരാനും നടപടിയാകുന്നു. ജൂൺ 5-ന് പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് അതാത് വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനത്തിനിറങ്ങുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ അറിയിച്ചു. വാർഡുകളിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഹരിതകർമ്മസേനാംഗങ്ങൾ, ആശാപ്രവർത്തകർ, സന്നദ്ധ പ്രവർത്തകർ, കുടുംബശ്രീ അംഗങ്ങൾ, വ്യാപാരി വ്യവസായി അംഗങ്ങൾ ഉൾപ്പെടെ ഈ യജ്ഞത്തിൽ പങ്കാളികളാകും. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പൊതുവിടങ്ങളിൽ ഔഷധമൂല്യമുള്ള ചെടികൾ വെച്ചുപിടിപ്പിക്കും. മേഖലയിലെ മുഴുവൻ സ്കൂളുകളിലേക്കും വൃക്ഷത്തൈകൾ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ എത്തിച്ചു കൊടുക്കും. ഇതിനായി വിവിധയിടങ്ങളിലായി വെച്ചുപിടിപ്പിക്കാൻ 500ഓളം തൈകൾ പഞ്ചായത്ത് ഒരുക്കിയിട്ടുണ്ട്. പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള പഞ്ചായത്തിന്റെ എല്ലാ റോഡുകളുടെയും ഇരുവശത്തുമായി നിറഞ്ഞു നിൽക്കുന്ന പുൽക്കാടുകൾ, കാനകൾ എന്നിവ വൃത്തിയാക്കാൻ പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ സ്മിജമോളുമായി പഞ്ചായത്ത് പ്രസിഡന്റ് ആശയവിനിമയം നടത്തുകയും നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രവർത്തനങ്ങൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ തുടങ്ങും. ഇലക്ട്രിക് ലൈനുകൾക്ക് മുകളിൽ നിൽക്കുന്ന അപകടകരമായ മരങ്ങളും ചില്ലകളും പരിശോധിച്ച് മുറിച്ചുമാറ്റാൻ KSEB അസിസ്റ്റന്റ് എഞ്ചിനീയർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗുരുവായൂരിൽ ശക്തമായ മഴയിൽ റോഡരികിലെ മരം കടപുഴകി. അങ്ങാടിത്താഴം ഖബർസ്ഥാൻ റോഡിലെ വലിയ ചീനി മരമാണ് ഇന്ന് പുലർച്ചെ 2ഓടെ കടപുഴകിയത്. സ്വകാര്യ വ്യക്തിയുടെ ആളൊഴിഞ്ഞ പറമ്പിലേക്ക് വീണതിനാൽ ഗതാഗത തടസ്സമുണ്ടായില്ല. റോഡിന്റെ ഒരു വശം തകർന്നു. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ സ്ലാബും അതിലും ഭാഗികമായി തകർന്നു. ഈ മരത്തോട് ചേർന്ന് നിന്നിരുന്ന വൈദ്യുതി പോസ്റ്റ് വാർഡ് കൗൺസിലർ നൌഷാദ് അഹമ്മൂവിന്റെ നേതൃത്വത്തിൽ 1 മാസം മുമ്പ് മാറ്റി സ്ഥാപിച്ചത് കൂടുതൽ അപകടങ്ങൾക്കിടയായില്ല. മമ്മിയൂർ മുതുവട്ടൂർ മർച്ചന്റ്സ് അസോസിയേഷൻ മുൻ പ്രസിഡന്റ് CA ലോകനാഥന്റെ 1ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് ഞായറാഴ്ച അനുസ്മരണ സമ്മേളനം സംഘടിപ്പിക്കുമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 3:30-ന് താമരയൂർ മെട്രോ ഹാളിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്യും. 50 പേർക്ക് ചികിത്സാ സഹായവും 100 അമ്മമാർക്ക് പുടവ വിതരണവും 100 വിദ്യാർത്ഥികൾക്ക് പഠനോപകരണവും വിതരണം ചെയ്യും. ലോകനാഥന്റെ സ്മരണയ്ക്ക് ഏർപ്പെടുത്തിയ മാധ്യമ പുരസ്കാരം മലയാള മനോരമ ലേഖകൻ VP ഉണ്ണികൃഷ്ണനും, കാരുണ്യ പ്രവർത്തകനുള്ള പുരസ്കാരം VT ബിനുവിനും, വ്യാപാരി മിത്രം പുരസ്കാരം അസോസിയേഷൻ സ്ഥാപക നേതാവ് CP വർഗീസിനും സമ്മാനിക്കും. അസോസിയേഷൻ ഭാരവാഹികളായ P മുരളീധരൻ, CP വർഗീസ്, CV ഗിരീഷ് കുമാർ, CF റോബർട്ട്, VC തോമസ്, ജോസ് ലൂവീസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സമഗ്ര ശിക്ഷ കേരള ചൊവ്വന്നൂർ BRC ഓട്ടിസം സെന്റർ പ്രവേശനോത്സവവും പരിസ്ഥിതി ദിനാഘോഷവും നടന്നു. കുന്നംകുളം നഗരസഭാ കൗൺസിലർ ബീന ബാബു ഉദ്ഘാടനം ചെയ്തു. BRC BPC അനീഷ് ലോറൻസ് അധ്യക്ഷനായി. ക്ലസ്റ്റർ കോർഡിനേറ്റർ ശ്രീജ കുട്ടികൾക്ക് പരിസ്ഥിതി ദിന സന്ദേശം നൽകി. BRC ട്രെയിനർ CC ഷെറി, PTA പ്രസിഡന്റ് നെൽസൺ തോമസ്, അധ്യാപിക CT ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. അധ്യാപിക രജിഷ റിപ്പോർട്ട് അവതരിപ്പിച്ചു. തുടർ പഠനത്തിനായി പിരിഞ്ഞുപോകുന്ന വിദ്യാർത്ഥി കൃഷ്ണജിത്തിന് യാത്രയയപ്പ് നൽകി. SSLC പരീക്ഷയിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ അലൻ C നെൽസനെ ഉപഹാരം നൽകി അനുമോദിച്ചു. കുന്നത്തൂർ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തുന്ന വയോജന സംഘടനയായ വയോമിത്ര ക്ലബിന്റെ 3ാം വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. കുന്നത്തൂർ റെസിഡൻസ് അസോസിയേഷൻ സാംസ്കാരിക കേന്ദ്രത്തിൽ നടത്തിയ യോഗത്തിന് പ്രസിഡന്റ് CK ഷൺമുഖൻ അധ്യക്ഷത വഹിച്ചു. വയോജനങ്ങൾക്ക് പ്രത്യേക വകുപ്പ് നടപ്പിലാക്കുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെ യോഗം സ്വാഗതം ചെയ്തു. എഴുത്തുകാരും ക്ലബ് അംഗങ്ങളുമായ അബ്ദുൾ പുന്നിയൂർക്കുളം, അലി കണ്ണത്തയ്യൽ എന്നിവരെ രക്ഷാധികാരി ഉമ്മർ അറയ്ക്കൽ ആദരിച്ചു. MV ജോസ്, VK ജോർജ്, P രാജൻ, CL ഷാജു, സുശീല കൊച്ചുണ്ണി എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി K വേണു വാർഷിക റിപ്പോർട്ടും ട്രഷറർ PL ഫ്രാൻസിസ് കണക്കും അവതരിപ്പിച്ചു. CK ഷൺമുഖനെ പ്രസിഡന്റായും KK സുരേഷിനെ സെക്രട്ടറിയായും
ട്രഷററായി കെ വേണുവിനെയും തിരഞ്ഞെടുത്തു. ലീല ടീച്ചർ, പി രാജൻ, സുശീല കൊച്ചുണ്ണി എന്നിവരെ എക്സിക്യൂട്ടീവ് ഭാരവാഹികളായും പി ഗോപാലൻ, ഉമ്മർ അറക്കൽ, എം വി ജോസ്, വി കെ ജോർജ്, ഉദയൻ നായർ എന്നിവരെ രക്ഷാധികാരികളായും പി എൽ ഫ്രാൻസിസ്, ദിവാകരൻ പനന്തറ എന്നിവർ ഓഡിറ്റർമാരായും യോഗം തിരഞ്ഞെടുത്തു. വയോജനങ്ങളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. കടവല്ലൂരിൽ ലോറി ഇടിച്ച് വൈദ്യുതി പോസ്റ്റ് തകർന്നു. പടിഞ്ഞാറ്റുമുറിയിൽ ചൊവ്വാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് അപകടം നടന്നത്. സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ വീട് നിർമ്മാണത്തിന് കല്ലുമായി എത്തിയ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ആർക്കും പരിക്കില്ല. വൈദ്യുതി പോസ്റ്റ് പൂർണ്ണമായും തകർന്നു. അപകടത്തെ തുടർന്ന് പ്രദേശത്തെ വൈദ്യുതി ബന്ധം ഭാഗികമായി തടസ്സപ്പെട്ടു. വൈദ്യുതി വകുപ്പ് ജീവനക്കാർ എത്തി തകർന്ന വൈദ്യുതി പോസ്റ്റ് മാറ്റി സ്ഥാപിച്ച് ബുധനാഴ്ച വൈകിട്ട് 5 മണിയോടെ പ്രദേശത്ത് തടസ്സപ്പെട്ട വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു. പുന്നിയൂർ കെ കരുണാകരൻ ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നഴ്സറി കുരുന്നുകൾക്ക് മഴക്കോട്ട് വിതരണം നടത്തി. മന്ദലാങ്കുന്ന് 47 നമ്പർ അങ്കണവാടിയിലേക്കാണ് മഴക്കോട്ട് നൽകിയത്. കെ കരുണാകരൻ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ രക്ഷാധികാരി ബിനേഷ് വലിയകത്തിൽ നിന്നും വാർഡ് മെമ്പർ ടി.എ. ഐഷയും അങ്കണവാടി ജീവനക്കാരും ചേർന്ന് കോട്ടുകൾ ഏറ്റുവാങ്ങി. ഫൗണ്ടേഷൻ ചെയർമാൻ ഷാഹുൽ പള്ളത്ത്, ഷഹീർ പടിഞ്ഞാറയിൽ, ഷംറൂദ് പടിഞ്ഞാറയിൽ, ഫജിൽ മുഹമ്മദ്, ചാവക്കാട് കാർഷിക ബാങ്ക് ഡയറക്ടർ യൂസുഫ് തണ്ണിത്തുറക്കൽ, മുൻ വാർഡ് മെമ്പർ അസീസ് മന്ദലാങ്കുന്ന്, ജിൻഷാദ് അല്ലാമ എന്നിവരും രക്ഷിതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു. വിൻഷെയർ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ മധുര വിതരണവും ഉണ്ടായിരുന്നു. പോലീസ് സേനയിലെ 28 വർഷത്തെ മാതൃകാപരമായ സേവനത്തിന് ശേഷം ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ എൻ ജ്യോതി പ്രകാശ് ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും ഞായറാഴ്ച വിരമിച്ചു. സ്വന്തം നാടിന്റെ സ്നേഹവും ആദരവും ഏറ്റുവാങ്ങി ജനങ്ങളുടെ സുരക്ഷയ്ക്കും നീതിക്കും വേണ്ടി സമർപ്പിച്ച ജീവിതത്തിന്റെ അഭിമാനകരമായ ഒരധ്യായമാണ് ഇതോടെ പൂർത്തിയായത്. തൃത്താല മാർഗശ്ശേരി കളത്തിൽ അച്യുതപ്പണിക്കരുടെയും ചാലിശ്ശേരി കൗക്കോട് നൂറാംപറമ്പിൽ തങ്കത്തിന്റെയും മൂത്ത മകനായ ജ്യോതി പ്രകാശ് ചാലിശ്ശേരിയുടെ മണ്ണിൽ വളർന്ന് ജീവിതത്തിന്റെ ആദ്യ പാഠങ്ങൾ നേടി. GLP സ്കൂൾ, SCUP സ്കൂൾ, പെരിങ്ങോട് ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ നിന്നും സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. തുടർന്ന് കോസ്റ്റിംഗ് ആൻഡ് കോഓപ്പറേഷനിൽ BCom ബിരുദം നേടി. ബാങ്കിൽ ജോലിയാണ് ആഗ്രഹിച്ചിരുന്നതെങ്കിലും അച്ഛന്റെ ഇഷ്ടപ്രകാരം പോലീസ് ടെസ്റ്റ് എഴുതി പാസ്സായാണ് സേനയിൽ എത്തിയത്. 1998 നിലമ്പൂരിൽ പോലീസ് പരിശീലനം പൂർത്തിയാക്കിയ അദ്ദേഹം പട്ടാമ്പി, തൃത്താല, ഷൊർണൂർ, അഗളി, മണ്ണാർക്കാട്, ചാലിശ്ശേരി, തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി എന്നിവിടങ്ങളിലെ വിവിധ സ്റ്റേഷനുകളിൽ സേവനം അനുഷ്ഠിച്ചു. സ്റ്റേഷൻ റൈറ്റർ, ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ, കോർട്ട് ഡ്യൂട്ടി, പ്രോസസ് ഡ്യൂട്ടി, ക്രൈം സ്ക്വാഡ്, ഡ്രൈവർ, PRO, ജനമൈത്രി പ്രവർത്തനങ്ങൾ തുടങ്ങി മിക്കവാറും എല്ലാ ചുമതലകളിലും തന്റെ 28 വർഷത്തെ സേവന കാലയളവിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞത് ഭാഗ്യമായാണ് ഇദ്ദേഹം കരുതുന്നത്. എല്ലാവരും ചോദിക്കും, എന്താ ചാലിശ്ശേരിക്ക് വരാത്തത്? പക്ഷേ ഒരു ഓഫീസറായ ചാലിശ്ശേരി വന്നാൽ ബുദ്ധിമുട്ടാവും എന്ന് കരുതി മാത്രം ചാലിശ്ശേരി വേണ്ട വെച്ചു. അവസാനം തൃശ്ശൂർ SP പാലക്കാട് SPക്ക് ഓർഡറാക്കി ചാലിശ്ശേരി പാലക്കാട് ജില്ലയിൽ വന്നപ്പോൾ SP സാർ അടുത്ത് പോയപ്പോൾ നിങ്ങൾക്ക് 2 സ്റ്റേഷൻ ഞാൻ പറയാം, ഒന്നുകിൽ നിങ്ങൾ ഒറ്റപ്പാലത്ത് പോവുക അല്ലെങ്കിൽ ചാലിശ്ശേരി പോവുക. എനിക്ക് 9 മാസം ഉള്ളൂ. മനസ്സിൽ ചാലിശ്ശേരി വർക്ക് ചെയ്ത ബുദ്ധിമുട്ടുണ്ടാവും എന്നറിയാമെങ്കിലും കുറച്ച് സമയമെങ്കിലും സ്വന്തം നാട്ടിൽ സ്വന്തം സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു ആഗ്രഹം ഉള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ചാലിശ്ശേരിക്ക് പോയിട്ടുണ്ട്. അങ്ങനെ ചാലിശ്ശേരി വന്ന് ജോയിൻ ചെയ്തു. എന്താന്ന് വെച്ചാൽ നാട്ടിൽ നമുക്ക് പോലീസിന്റെ പണി ശരിയാവില്ല എന്നൊരു ധാരണയിലായിരുന്നു ഞാൻ വരാതിരുന്നത്. പക്ഷെ ഞാൻ ഇവിടെ വന്നിട്ട് 9 മാസമായി. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് റിട്ടയർ ആയി പോകണമെന്നില്ല. സേവന കാലയളവിൽ ലഭിച്ച 9ഓളം ഗുഡ് സർവീസ് എൻട്രികൾ കർത്തവ്യ നിർവഹണ മികവിന് ലഭിച്ച അംഗീകാരങ്ങളായി. തിരക്കേറിയ സേവന ജീവിതത്തിനിടയിലും വിശാലമായ സൗഹൃദ വലയം കാത്തുസൂക്ഷിച്ച അദ്ദേഹം സഹപ്രവർത്തകർക്കും നാട്ടുകാർക്കും ഒരുപോലെ പ്രിയങ്കരനായിരുന്നു. സേവനത്തിന്റെ തിരക്കുകൾക്കിടയിലും ഫുട്ബോൾ, കൃഷി, വായന എന്നിവയോടുള്ള ഇഷ്ടം കൈവിടാതെ സൂക്ഷിക്കുന്നുണ്ട്. ഇതിനോടകം ഗ്രാമവാസികളിൽ നിന്നും വിവിധ സംഘടനകളിൽ നിന്നും ലഭിച്ച ആദരവുകൾ അദ്ദേഹത്തിന്റെ സേവന ജീവിതത്തിന് ലഭിച്ച അംഗീകാരങ്ങളുടെ തെളിവായി മാറി. മെയ് 31 ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനിൽ നടന്ന യാത്രയപ്പ് ചടങ്ങിൽ SHO MN ബിജോയ് ബൊക്കെ നൽകി അദ്ദേഹത്തെ വീട്ടിലേക്ക് ആനയിച്ചു. വീട്ടിലെത്തിയപ്പോൾ ജ്യോതി പ്രകാശ് കേക്ക് മുറിച്ച് മധുരം പങ്കുവച്ചു. തുടർന്ന് നടന്ന സ്നേഹവിരുന്നിൽ തൃത്താല MLA VT ബൽറാം, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, പഞ്ചായത്ത് അംഗം A വിജയൻ, ചാലിശ്ശേരി, തൃത്താല, പട്ടാമ്പി, ഷൊർണൂർ DYSP ഓഫീസ്, റെയിൽവേ പോലീസ്, ഹൈവേ പോലീസ് എന്നിവിടങ്ങളിലെ ഉദ്യോഗസ്ഥർ, നാട്ടുകാർ, ജാഗ്രതാ സമിതി അംഗങ്ങൾ, രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ എന്നിവർ പങ്കെടുത്തു.
ഈശ്വരഭക്തനായ ജ്യോതിപ്രകാശ് വിരമിച്ച ശേഷവും സാമൂഹിക ആത്മീയ രംഗങ്ങളിൽ സജീവമാകുകയാണ്. കൗക്കോട് കുളത്താണി വിഷ്ണുശാസ്താ ക്ഷേത്രത്തിന്റെ രക്ഷാധികാരിയായി അദ്ദേഹം ജൂൺ 6 മുതൽ പ്രവർത്തനം തുടരും. അമ്മ തങ്കയോടൊപ്പമാണ് താമസം. ശ്രീലയാണ് സഹധർമ്മിണി. ബിടെക് ബിരുദധാരി കിരൺ, കമ്പനി സെക്രട്ടറിഷിപ്പ് പഠനം തുടരുന്ന മിഥുൻ എന്നിവരാണ് മക്കൾ. ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവും KSEB ജീവനക്കാരനുമായ സുന്ദരൻ മുണ്ട്രക്കോടിന്റെ പേമുഖം എന്ന നോവൽ പ്രകാശനം ചെയ്തു. കുമ്പിടി പുറമതിൽശ്ശേരിയിൽ നടന്ന ചടങ്ങിൽ കവി ആലങ്കോട് ലീലാകൃഷ്ണൻ സാമൂഹിക പ്രവർത്തക വി ജ്യോതിക്ക് പുസ്തകം നൽകിക്കൊണ്ട് പുസ്തകത്തിന്റെ പ്രകാശനം നടത്തി. സുന്ദരൻ മുണ്ട്രക്കോടിന്റെ നോവലിൽ ഗ്രാമീണ ജീവിതങ്ങളുടെ നന്മയും സൗന്ദര്യവും ദർശിക്കാനാകുമെന്ന് ആലങ്കോട് ലീലാകൃഷ്ണൻ പറഞ്ഞു. പ്രശസ്ത വയലിനിസ്റ്റ് ഗംഗാ ശശിധരൻ ഭദ്രദീപം കൊളുത്തിയ ചടങ്ങിൽ ആനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PN അംബിക ടീച്ചർ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരി ഡോക്ടർ സ്മിത ദാസ് പുസ്തകം പരിചയപ്പെടുത്തി. തൃത്താല പോലീസ് സബ് ഇൻസ്പെക്ടർ K ഹംസ, ഡോക്ടർ KV ഷെഹിൻ, ആനക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സീനത്ത് പുളിക്കൽ, പാലക്കാട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ TK സുനിൽകുമാർ, തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പ്രജിഷ, ആനക്കര കോപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് സേതുമാഷ് തുടങ്ങിയവർ സംസാരിച്ചു. സുന്ദരൻ മുണ്ട്രക്കോട് മറുപടി പ്രസംഗം നടത്തി. സ്കിൽ ഗ്രൂപ്പ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അണ്ടത്തോട് GMLP സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. സ്കൂളിൽ നടന്ന ചടങ്ങ് പുന്നയൂർക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ഹസൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൈനബ ഷുക്കൂർ, ബ്ലോക്ക് മെമ്പർ ലതിക തുളസിദാസ്, വാർഡ് മെമ്പർ ഷിനോദ്, പ്രധാനാധ്യാപിക ഷക്കീല ടീച്ചർ, PTA പ്രസിഡന്റ് താഹിർ പെർഫെക്റ്റ്, MPTA പ്രസിഡന്റ് ഹബീബ, ക്ലബ്ബ് പ്രതിനിധികളായ സാദിഖ്, ഷഹീൽ, മൂസിൻ, സുഹൈൽ മടപ്പൻ, റയീസ് ജലാലി തുടങ്ങിയവരും വിദ്യാർത്ഥികളും കമ്മിറ്റി ഭാരവാഹികളും അധ്യാപകരും രക്ഷിതാക്കളും സംബന്ധിച്ചു. പെരുമ്പടപ്പ് ബ്ലോക്ക് അയിരൂർ ഡിവിഷൻ വിജയോത്സവം ബ്ലോക്ക് പ്രസിഡന്റ് റമീന ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ AK സുബൈർ അധ്യക്ഷനായ ചടങ്ങിൽ വെളിയങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബബിത നൌഫൽ, പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വത്സലകുമാർ എന്നിവർ മുഖ്യാതിഥികളായി. വെളിയങ്കോട് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ VK ഹമീദ്, C നിഷാന, പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ KT റസാഖ്, ഷാജിദ മാമൻ, ലീന സുന്ദരൻ എന്നിവർ സംസാരിച്ചു. യഹിയ ആമയം, ഫാത്തിമ ലിയാന, നെഹില നസീം എന്നിവർ ക്ലാസുകൾ നയിച്ചു. ഒളാട്ട് ഖാലിദ്, ഷാഫി തവയിൽ, രാജൻ അക്ഷയ, ജാബിർ പെരുമ്പടപ്പ്, ജംഷീർ പെരുമ്പടപ്പ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ജാബിർ സിദ്ദിഖ് സ്വാഗതവും അസീമ ടീച്ചർ നന്ദിയും പറഞ്ഞു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 14,320 രൂപ, പവന് 1,14,560 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 280 രൂപ. ചരമം ചാലിശ്ശേരി പെരുമണ്ണൂർ കരിമ്പനയ്ക്കൽ ഞാലിൽ പരേതനായ ശേഖരൻ നമ്പ്യാരുടെയും വടക്കേപ്പാട്ട് ജാനകി അമ്മയുടെയും മകൻ ഉണ്ണിക്കേശവൻ നിര്യാതനായി 70 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 9-ന് ഷൊർണൂർ ശാന്തിതീരം ശ്മശാനത്തിൽ നടക്കും. മല്ലിക ഭാര്യയും അനിൽകുമാർ, വിനോദ് കുമാർ എന്നിവർ മക്കളുമാണ്. പുന്നയൂർ അവിയൂർ പരേതനായ അമരായിൽ പരമു മകൻ സോമൻ നിര്യാതനായി 67 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 9-ന് നടക്കും. വിജയ ഭാര്യയും സിജിൽ, ഐശ്വര്യ എന്നിവർ മക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ഇലക്ട്രിക് ഓട്ടോയിൽ കയറിയ 3.5 വയസ്സുകാരി അബദ്ധത്തിൽ ആക്സിലേറ്റർ തിരിച്ചതോടെ ഓട്ടോറിക്ഷ കിണറ്റിൽ പതിച്ചു. അപകടത്തിൽപ്പെട്ട പെൺകുട്ടിയെ പരിസരവാസി സാഹസികമായി രക്ഷപ്പെടുത്തി. മരത്തങ്കോട് അമ്പലപ്പള്ളിക്ക് സമീപം ഇന്ന് ഉച്ചതിരിഞ്ഞാണ് സംഭവം. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ മൺസൂൺ വ്യാഴാഴ്ചയോടെ എത്തിയേക്കും. വരും ദിവസങ്ങളിൽ വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മഴ കനത്തതോടെ മേഖലയിലും നാശനഷ്ടങ്ങൾ. ചൊവ്വന്നൂരിലും ഗുരുവായൂരിലും മരം കടപുഴകി വീണു. എരുമപ്പെട്ടി കാഞ്ഞിരക്കോട് വീട്ടുകിണർ ഇടിഞ്ഞു താഴ്ന്നു. ചൂണ്ടലിൽ നിയന്ത്രണം വിട്ട KSRTC ബസ് ഡിവൈഡറിലേക്ക് ഇടിച്ചുകയറി അപകടം. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. തൃശൂർ കുന്നംകുളം പാതയിൽ ചൂണ്ടൽ സിഗ്നലിന് സമീപത്തുള്ള ഡിവൈഡറിലേക്കാണ് KSRTC ബസ് നിയന്ത്രണം വിട്ട് ഇടിച്ചുകയറിയത്.
രൂപ ചെലവഴിച്ച് നിർമ്മിച്ച എരുമപ്പെട്ടി പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിൽ മഴ പെയ്താൽ വെള്ളക്കെട്ട്. കളിവഞ്ചി ഇറക്കി പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രതിപക്ഷ മെമ്പർമാർ. പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധവും പ്രതിഷേധം രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്. CCTV വിദ്യാഭ്യാസ പുരസ്കാരം അപേക്ഷ സമർപ്പണത്തിന് ഇനി ഒരാഴ്ച കൂടി മാത്രം അവസരം. CCTVയുടെ 20ാമത് വിദ്യാഭ്യാസ പുരസ്കാരത്തിനായും സ്കോളർഷിപ്പിനായുമുള്ള അപേക്ഷകൾ ഇനിയും നൽകാം. SSLC, +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയ CCTV വരിക്കാരായ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. +2 പരീക്ഷയിൽ 80% മാർക്ക് നേടിയ നിർധന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പിനായും അപേക്ഷിക്കാം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.